ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ പിന്തുടർന്നു വന്ന വിവിധ നികുതി വ്യവസ്ഥകളിൽപ്പെട്ട റേഡ്വാരി സമ്പ്രദായവും മഹൽവാരി സമ്പ്രദായവുമാണ്. ഇതുകൂടാതെ ബ്രിട്ടീഷുകാർ പിന്തുടർന്നു വന്ന ഒരു നികുതി വ്യവസ്ഥയായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതിയാകും. അപ്പോൾ നമുക്കിന്ന് എന്താണ് റേഡ്വാരി വ്യവസ്ഥ, എന്താണ് മഹൽവാരി വ്യവസ്ഥ എന്നുള്ളത് നോക്കാം. 1820 മുതൽ ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിൽ അഥവാ സൗത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്തു കൊണ്ടുവന്ന നികുതി വ്യവസ്ഥയാണ് റേഡ്വാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, വർഷം ഓർക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1820 വർഷം 1820. ആൻഡ് എവിടെയാണ് ഇത് കൊണ്ടുവന്നത്? ദക്ഷിണേന്ത്യ, ഡക്കാൻ അഥവാ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് സിസ്റ്റത്തിൻ്റെ പേര്? റേഡ്വാരി സമ്പ്രദായം. കൊണ്ടുവന്ന വർഷം 1820. കൊണ്ടുവന്ന സ്ഥലം അല്ലെങ്കിൽ എവിടെയാണ് ഇത് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണെങ്കിലോ അത് നടപ്പിലാക്കിയത് എവിടെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ് നടപ്പിലാക്കിയത്. റേഡ്വാരി ആണെങ്കിൽ അത് ദക്ഷിണേന്ത്യയിലാണ് നടപ്പിലാക്കിയത്. മിക്കപ്പോഴും ഇത് സ്ഥലം വെച്ചിട്ടാണ് ചോദിക്കല്, അപ്പോൾ അത് ഓർത്തിരിക്കണം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ സൗത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്തിരുന്ന നികുതി വ്യവസ്ഥ ഏത്, അങ്ങനെയാണ് ചോദിക്കാറ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. റേഡ്വാരി സമ്പ്രദായമാണ് സൗത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, 1820. ഇനി ഇതുവരെ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആരൊക്കെയാണ്? റേഡ്വാരി സമ്പ്രദായം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഒന്ന് തോമസ് മൺറോയാണ്, അടുത്തത് അലക്സാണ്ടർ റീഡാണ്. തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ് ഈ റേഡ്വാരി സമ്പ്രദായം എന്ന് പറയുന്ന നികുതി വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്. തോമസ് മൺറോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ഓക്കെ, ഇതാണ് തോമസ് മൺറോ ആൻഡ് ഇതാണ് അലക്സാണ്ടർ റീഡ്. ഇവരാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ബ്രിട്ടീഷ് നികുതി വ്യവസ്ഥയിൽപ്പെട്ടിട്ടുള്ള റേഡ്വാരി എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഈ റേഡ്വാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. എന്താണ് റൈറ്റ്? അതായത് റൈറ്റായിട്ട് ഇവർ തന്നെ, അതായത് ഡയറക്റ്റായിട്ട് ഇവർ തന്നെ, ബ്രിട്ടീഷുകാർ തന്നെ കർഷകരിൽ നിന്നും നികുതി പിരിക്കുന്നു. നേരിട്ട് കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാർ നികുതി പിരിക്കുന്ന വ്യവസ്ഥയാണ് റേഡ്വാരി സമ്പ്രദായം. ഈ സമ്പ്രദായത്തിൽ കർഷകരെ ഭൂവുടമകളായിട്ടാണ് പരിഗണിച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഭൂവുടമകളായിട്ട് കണക്കാക്കിയത് ജമീന്ദാർമാരാണ്, അല്ലേ? കർഷകർക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? ജമീന്ദാർമാരെന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഇല്ല. റേഡ്വാരി സമ്പ്രദായത്തിൽ ആരില്ല? ഒരു മീഡിയേറ്റർ ഇല്ല. പകരം കർഷകരിൽ നിന്ന് നേരിട്ട് ആര് വാങ്ങുന്നു? ബ്രിട്ടീഷുകാർ നികുതി വാങ്ങുന്നു. കർഷകരാണ് അവിടുത്തെ ഭൂവുടമകൾ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഹയസ്റ്റ് റേറ്റ് ഓഫ് നികുതി ആയിരിക്കും ബ്രിട്ടീഷുകാർ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ആ നികുതി കൊടുക്കുന്നതിൽ നിന്നും കർഷകർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ ആ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഭൂമി പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ്. കർഷകരെ ഭൂവുടമകളായിട്ട് പരിഗണിച്ച് അവർക്ക് എന്ത് ചെയ്യും? ഭയങ്കര ഹയസ്റ്റ് എമൗണ്ട് ഓഫ് പലിശ അവർക്ക് ചാർജ് ചെയ്യും. അപ്പോൾ ഇത് അവർക്ക് അടയ്ക്കാൻ പറ്റില്ല. അടയ്ക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഇവരിതെന്ത് ചെയ്യും? നമ്മൾ പൊതുവേ ആൾക്കാരൊക്കെ കയ്യിൽ പൈസ ഇല്ലാണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? നാട്ടിലുള്ള ഇങ്ങനെ കയ്യിൽ പലിശക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങും, അല്ലേ? ഈ സാധാരണ ആൾക്കാരും അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ പലിശക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാർ, അവരെ വിളിക്കുന്നത് സാഹുക്കാർ എന്നാണ്. എന്താണ് അവരെ വിളിക്കുന്നത്? സാഹുക്കാർ എന്നാണ് വിളിക്കുന്നത്. ആ സാഹുക്കാരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യും? പൈസ കടം വാങ്ങും. അങ്ങനെ പൈസ കടം വാങ്ങി ഇവരും നല്ലൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവരിൽ നിന്ന് ചുമത്തും, കർഷകരിൽ നിന്ന് ചുമത്തും. അത് കൊടുക്കാൻ പറ്റാതെ ആവുമ്പോൾ ഈ ഭൂമി പിടിച്ചെടുക്കാനുള്ള അവകാശം ഈ പൈസ പലിശക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും. ഓക്കെ,
അതാണ് റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കർഷകരായിരുന്നു ഭൂവുടമകൾ. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചിരുന്നു. നികുതി നൽകുന്നതിൽ കർഷകർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ ആ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിരുന്നു. ഓക്കെ അല്ലേ? ഇത്രയും പോയിന്റ്സ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് മഹൽവാരി സിസ്റ്റം അഥവാ മഹൽവാരി സമ്പ്രദായം വന്ന വർഷം 1822. 1822. എവിടെയാണ് ഈ മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് മഹൽവാരി സമ്പ്രദായം ഉപയോഗിച്ച് നികുതി പിരിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലാണ്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് ഇങ്ങനെ നികുതി പിരിച്ചിരുന്നത്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് മഹൽവാരി സമ്പ്രദായം ഉപയോഗിച്ച് നികുതി പിരിച്ചിരുന്നത്. ആരാണ് ഈ മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നയാള്? അത് ഹോൾട്ട് മെക്കൻസി ആണ്. ഹോൾട്ട് മെക്കൻസി. മഹൽവാരി സമ്പ്രദായം മെക്കൻസിയാണ് കൊണ്ടുവന്നത്. ഓർക്കാൻ എളുപ്പമല്ലേ? മഹൽവാരി മായല്ലേ, മെക്കൻസിയും അതുപോലെ തന്നെ മായല്ലേ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നത് ഹോൾട്ട് മെക്കൻസി ആണ്. റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നത് തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ്. മൺറോയും റീഡുമാണ് റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നത്. റൈറ്റ് വാരിയിൽ റീഡ് ഓർക്കാൻ നമുക്ക് എളുപ്പമാണ്, റാ അല്ലേ? അതുപോലെ മൺറോയും മെക്കൻസിയും തമ്മിൽ മാറിപ്പോവരുത്. മഹൽവാരിയിലാണ് മെക്കൻസി ഉള്ളത്, റൈറ്റ് വാരിയിലാണ് മൺറോ ഉള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്ന വർഷം 1822. നടപ്പിലാക്കിയ പ്രദേശങ്ങൾ മധ്യേന്ത്യ, ഉത്തരേന്ത്യ, പഞ്ചാബ്. പിന്നെ കൊണ്ടുവന്നയാളാണ് ഹോൾട്ട് മെക്കൻസി. എന്താണ് ഈ മഹൽവാരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ? മഹൽ അല്ലേ? മഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രാമമാണ്. ഒരു ടേം സൂചിപ്പിക്കുന്നത് ഒരു മഹൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിനെ ഒരു യൂണിറ്റ് ആയിട്ട് കണ്ടിട്ട് ആ ഗ്രാമത്തിൽ നിന്നും ഈ ബ്രിട്ടീഷുകാർ കണക്കാക്കുന്ന ഒരു നികുതി ഈ ഗ്രാമീണർ കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കി നികുതി പിരിച്ച വ്യവസ്ഥയാണ് മഹൽവാരി സമ്പ്രദായം. ഇവിടെയും നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും അൾട്ടിമേറ്റ് എന്താണ്? ഓരോ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു തന്ത്രമാണല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പുതിയ പുതിയ നികുതി നയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും രണ്ടാമത്തെ യുദ്ധങ്ങൾ വഴി അത് നേടുക എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് നികുതി നയങ്ങളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൂടുതൽ പൈസ ഈടാക്കും, കർഷകരുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവില്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും ആ സ്ഥലം ബ്രിട്ടീഷുകാർ അവരോട് കൂട്ടിച്ചേർക്കുന്നു. മനസ്സിലായല്ലോ? ഇതാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് രണ്ട് നികുതി വ്യവസ്ഥകളാണ്, റൈറ്റ് വാരി സമ്പ്രദായവും മഹൽവാരി സമ്പ്രദായവും. റൈറ്റ് വാരി സമ്പ്രദായം വന്ന വർഷം 1820. അത് കഴിഞ്ഞാണ് മഹൽവാരി വന്നത്, 1822. റൈറ്റ് വാരി വന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണ്. റൈറ്റ് വാരി വന്നത് ദക്ഷിണേന്ത്യയിലാണ്. കൊണ്ടുവന്നത് തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ്. റൈറ്റ് കർഷകരിൽ നിന്നും വാങ്ങുന്നതാണ് റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി മഹൽവാരി ആണെങ്കിലോ അത് ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പഞ്ചാബിലും ഒക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു നികുതി വ്യവസ്ഥയാണ്. ഹോൾട്ട് മെക്കൻസിയാണ് ഇത് കൊണ്ടുവന്നത്. ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റാക്കി കണക്കാക്കി നികുതി പിരിച്ചിരുന്ന വ്യവസ്ഥയാണ് മഹൽവാരി സമ്പ്രദായം. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്ക്രീനിൽ കാണുന്ന ചാനൽ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.